വാത്സല്യ സഹോദരങ്ങളെ, കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം വീണ്ടും സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിക്കാതെ വിട്ടുപോയ പല ഭാഗങ്ങളും കൂടുതൽ ഗൗരവം കൊടുത്ത് ധ്യാനിക്കാത്ത മേഖലകളൊക്കെയാണ് നമ്മൾ ഈ തവണ സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. തുടക്കത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സമാഗമന കൂടാരവും യെരുശലേം ദേവാലയവും കണക്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ലൈഫും സമാഗമന കൂടാരവും സ്വർഗത്തിലെ സാക്ഷി കൂടാരവും ദൈവസഭയും ഇതെല്ലാം ചേർത്ത് വെച്ച് കുറേയധികം കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ചു. ഇതെല്ലാം ചേർത്ത് വെച്ച് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് പെട്ടകത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഈ ആമുഖങ്ങൾ അങ്ങ് അവസാനിച്ചില്ല. ഇന്നും ആമുഖത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആമുഖം അങ്ങ് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടകത്തിൻ്റെ നിർമ്മിതിയിലേക്കാണ് പ്രവേശിക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതി പഠിക്കുമ്പോൾ ആദ്യം പെട്ടകമാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ 2-3 ആഴ്ച മുമ്പേ കണ്ടു കഴിഞ്ഞു. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പറയുന്നുണ്ട് പെട്ടകത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച്. അതിൻ്റെ നീളവും വീതിയും ഉയരവും അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അതിലേക്ക് നമ്മൾ വരും. അതായത് സമാഗമന കൂടാരത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും അകത്തിരിക്കുന്ന പെട്ടകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. പെട്ടകത്തിൻ്റെ നിർമ്മിതിയാണ് ഏറ്റവും ആരംഭം. അതേസമയം യെരുശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ യെരുശലേം ദേവാലയത്തിൽ നമ്മൾ കാണുന്നത് അതിന് പുറമേയുള്ള കാര്യങ്ങളെ പണിത് അകത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ ഏറ്റവും പുറമെ നമ്മൾ കാണുന്നത് കല്ലുകളാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും പുറത്ത് കല്ലുകളാണ്. ആ കല്ലുകളുടെ പണിയാണ് ആദ്യമേ നമ്മൾ കാണുന്നത്. കല്ലുകൾ പണിയുന്നു, അതുപോലെ മറ്റ് പലതും പണിയുന്നുണ്ട് പിന്നീട്. അതിൻ്റെ അന്തർമന്ദിരത്തിൽ വെക്കേണ്ട പെട്ടകം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിലെ പെട്ടകമാണ് അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പണിയിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഹോളി പ്ലേസ് അഥവാ അതിവിശുദ്ധമായ സ്ഥലം, അവിടെ ഇരിക്കുന്ന പെട്ടകവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ യെരുശലേം ദേവാലയത്തിൻ്റെ പണിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കല്ലുകളെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. കല്ല് ഏറ്റവും പുറത്തുള്ള ഭാഗമാണ്. ഏറ്റവും പുറത്ത് കല്ലാണെന്ന് പറഞ്ഞല്ലോ. കല്ലിൻ്റെ അകത്ത് ദേവദാരുവിൻ്റെ പലക കൊണ്ട് ഈ കല്ലുകൾ കാണാതെ വണ്ണം അതിനെ പാനൽ ചെയ്തിരിക്കുകയാണ്, കല്ലുകളെ കാണാതെ വണ്ണം. പിന്നത്തേതിൽ കാണുന്നത് ആ ദേവദാരുവും കാണാതെ വണ്ണം അതിനെ തനി തങ്കം കൊണ്ട്, പ്യുവർ ഗോൾഡ് കൊണ്ട് അതിനെ കവർ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ കല്ല്, ദേവദാരു, പിന്നീട് പ്യുവർ ഗോൾഡ് കൊണ്ടുള്ള ഒരു കവറിങ് ആണ് കാണുന്നത്. അതും കഴിഞ്ഞാണ് അതിനകത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് യെരുശലേം ദേവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് പറയുന്നത്. അതേസമയം സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ ആദ്യം പെട്ടകത്തിൻ്റെ പണിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗൗരവമുണ്ട്. പെട്ടകത്തിൻ്റെ ആ നിർമ്മിതിയിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. അവിടെ കല്ലുകളുടെ കാര്യം പറഞ്ഞല്ലോ. അവിടെ കല്ലുകളാണ് ആദ്യം. ഇവിടെ ആദ്യം പെട്ടകമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ പെട്ടകം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടകം വെക്കാനുള്ള സ്ഥലം, അതാണല്ലോ അതിപരിശുദ്ധമായ സ്ഥലം, ആ ഭാഗമാണ് സജ്ജമാക്കേണ്ടത്. അതായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹൃദയമാണ് ആദ്യം ഒരുക്കപ്പെടേണ്ടത്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരുക്കത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ പിന്നാലെ വിശദീകരിച്ചോളാം. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് 1-2 കാര്യം പറഞ്ഞിട്ട് അടുത്ത ചില അധ്യായങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്. 25-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ. എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 1 and 2. യഹോവ മോശയോട് കൽപ്പിച്ചെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന എവരോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. സഹോദരങ്ങളെ, ഈ വാക്യം മുന്നമേ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, അല്പം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ സമയത്ത് ഈ വാക്യത്തിലൂടെ 1-2 ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ച് മുൻപോട്ട് പോകാം. അതായത് 2-3 ദിവസം മുമ്പ് ഡിസംബർ 31-ാം തീയതി സന്ധ്യാസമയത്തോ അർദ്ധരാത്രിയിലോ ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയ കാര്യം നമുക്കെല്ലാം അറിയാം. അപ്പോൾ ആ സമയത്ത് അവിടെ പാട്ടും പ്രാർത്ഥനയും വചനധ്യാനവും പലവിധമായ ശുശ്രൂഷകളും ഒക്കെ നടന്നിട്ടുണ്ട്.
അതിനോടനുബന്ധിച്ച് എനിക്ക് 1-2 കാര്യം പറയാനുണ്ട്. അതായത് നമ്മളിപ്പോൾ വായിച്ചത്, നല്ല മനസ്സോടെ തരുന്ന ഏവനോട് നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അതായത് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിലാണ് ഈ പറയുന്നത്. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും വഴിപാട് വാങ്ങണം, കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി. ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നല്ല മനസ്സോടെ കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി വഴിപാട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു നിർബന്ധമില്ല. അതേസമയം കൂടാരം നിർമ്മിച്ചതിന് ശേഷം, അവിടെ പൗരോഹിത്യ ശുശ്രൂഷകൾ ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം ചില നിർബന്ധങ്ങളുണ്ട്. ഇസ്രായേൽ ജനം ആ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന ലേവ്യർക്ക് വേണ്ടി ദശാംശം കൊടുക്കേണ്ടതായി പറയുന്നു. അത് നിർബന്ധമല്ലേ? ദശാംശം എന്ന് പറഞ്ഞാൽ 10 കൊടുക്കണം. അത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവരുടെ അഹോവൃത്തിക്ക് വേണ്ടി ദൈവം വെച്ച വ്യവസ്ഥയാണത്. അതേസമയം കൂടാരത്തിൻ്റെ നിർമ്മിതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിർബന്ധമല്ല പറയുന്നത്, നല്ല മനസ്സോടെ തരുന്ന ഏവനോട് നിങ്ങൾ എനിക്ക് വഴിപാട് വാങ്ങണം. ഇതെങ്ങനെ നമ്മൾ പുതിയ നിയമമായിട്ട് കണക്ട് ചെയ്ത് പറയും? കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു പോയെങ്കിലും ആ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നോന്ന് എനിക്ക് സംശയമാണ്. കേട്ടവർക്ക് അത് വേണ്ട വിധത്തിൽ മനസ്സിലായോ ഇല്ലയോ എന്ന്. കാരണം ഇന്നുള്ള ശുശ്രൂഷകരിൽ വലിയ പങ്ക് ആളുകൾ ഈ പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് വെച്ച് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞു കളയും. അതായത് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്, അതുപോലെ തന്നെ 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാണാം. ഇവിടെയൊക്കെ ഈ വഴിപാട് കൊണ്ടുവരുന്ന കാര്യവും, ജനം നീലനൂല്, ധൂമ്രനൂല്, പഞ്ഞിനൂല്, കോലാട്ട് രോമം, ആട്ടുകൊറ്റൻ തോല്, ഇങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ആ കൂട്ടത്തിൽ വെള്ളി കൊണ്ടുവരുന്നുണ്ട്, പൊന്ന് കൊണ്ടുവരുന്നുണ്ട്, താമ്രം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാർ പലരും ഊന്നൽ കൊടുക്കുന്നത് അതിലെ വെള്ളിക്കും പൊന്നിനും മാത്രമാണ്. നീലനൂലും ധൂമ്രനൂലൊന്നും അവർക്ക് വേണ്ട, തകശുതോലും വേണ്ട. അതൊക്കെ ചോദിച്ചാൽ അവർ അതൊക്കെ പഴയ നിയമത്തിലാന്ന് പറയും. അപ്പോൾ പൊന്നും വെള്ളിയോ? അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ വെള്ളിക്കും പൊന്നിനും അങ്ങനെ പ്രാധാന്യം ഉണ്ടോ എന്നാ? ഇത് ഈ പറയുന്ന ഈ 25-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പഴയ നിയമത്തിലാണെന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ വെള്ളിയും പൊന്നുമോ? ഇവർ പറയുന്നത് ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി അന്ന് ആളുകൾ അങ്ങനെ ചെയ്തെങ്കിൽ ഇന്നും അങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിലാണ് പറയുന്നത്. അന്ന് ആലയത്തിൻ്റെ പണിക്ക് അക്ഷരീകമായി ലിറ്ററലി ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരാനാണ് പറഞ്ഞത്. അതായത് നല്ല മനസ്സോടെ കൊണ്ടുവരുവാൻ മനസ്സുള്ളവർക്ക് മാത്രമാണ് അതിനുള്ള അവസരം. നല്ല മനസ്സോടെ കൊണ്ടുവരണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വഴിപാടായി അർപ്പിക്കേണ്ടത് നമ്മുടെ കാതിലും കഴുത്തിലും കിടക്കുന്ന സാധനങ്ങളല്ല സഹോദരങ്ങളെ. ഈ വഞ്ചകന്മാർ, പുതിയ വർഷം ഇങ്ങനത്തെ വാക്കൊക്കെ പറയാതിരിക്കണമെന്ന് ഞാൻ ഓർത്തതാണ്, എങ്കിലും വന്നു പോവുക. ഈ വഞ്ചകന്മാർ ജനത്തെ വഞ്ചിക്കുകയല്ലേ. വചനത്തിൻ്റെ നിശ്ചയമില്ലാത്ത ജനം അതൊക്കെ കേൾക്കുമ്പോൾ ഊരി പറിച്ചിട്ട് കൊടുക്കും. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നോ നമ്മുടെ അലമാരിലിരിക്കുന്നതുമായ കാര്യങ്ങളൊന്നും വഴിപാട് കൊണ്ടുവരാനല്ല ഇവിടെ പറയുന്നത്. നമ്മെ തന്നെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. പഴയ നിയമ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ഈ പറയപ്പെട്ട ഓരോരോ കാര്യങ്ങൾ അർപ്പിക്കാൻ പറഞ്ഞെങ്കിൽ, പുതിയ നിയമ ആലയം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. നാം ആകുന്ന ആലയത്തെ ആ നിലയിൽ പർവ്വതത്തിലെ മാതൃക പ്രകാരം സജ്ജമാക്കേണ്ടതിന് നമ്മൾ നമ്മെ തന്നെ മനഃപൂർവ്വമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മെ ദൈവം തൻ്റെ കൂടാരമായിട്ട് ആ ഒരു നിലയിലേക്ക് പരിവർത്തിച്ച് കൊണ്ടുവരികയുള്ളൂ, സജ്ജമാക്കിയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാസം ഇതിനകത്ത് ഉണ്ടാകണമല്ലോ. വാസം ഉണ്ടാകണമെങ്കിൽ ബലമായിട്ട് വസിക്കുമെന്ന് എവിടെയെങ്കിലും വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ബലമായിട്ട് വന്ന് വസിക്കുമെന്ന് പറയുന്നുണ്ടോ? ഇവിടെ പോലും നമ്മൾ വായിക്കുന്നത് ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്കൊരു തിരുനിവാസം ഉണ്ടാകണമെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാതെ കൊല്ലും തിന്നുന്നൊന്നും പറഞ്ഞില്ല അവിടെ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലവദൂക്കിയ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് വാതിൽക്കൽ നിന്ന് മുട്ടുന്നൊരു കർത്താവിനെയാണ്, അല്ലേ? വാതിൽക്കൽ നിന്ന് മുട്ടുന്നൊരു കർത്താവിന് ബലമായിട്ട് വേണേൽ കടന്നു വരാം, പക്ഷെ ബലമായിട്ടൊരു കാര്യവും ചെയ്യില്ല. നമ്മുടെ പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ആവശ്യമാണ്. നമ്മൾ ഹൃദയം തുറന്ന് നല്ല മനസ്സോടുകൂടി കൈകാര്യം ചെയ്യണം. ഹോൾ ഹാർട്ടഡ്ലി നമ്മളത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമാകുന്നത്. അല്ലാതെ ദൈവം നമ്മുടെ അടുത്ത് ബലമായിട്ടൊരു കാര്യം എടുത്തുകൊണ്ട് പോവില്ല.
സൗരങ്ങളെ ഈ വാക്യപ്രകാരം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം നമ്മെ തന്നെ ബലിപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. ഇനി അതിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഈ ഡിസംബർ 31 വാച്ച് നൈറ്റ് സർവീസിനോടുള്ള ബന്ധത്തിൽ പെന്തക്കോസ്ത് സമൂഹം വളരെ വർഷങ്ങളായിട്ട് അങ്ങനെ അനുവർത്തിച്ചു പോരുന്നൊരു കാര്യമാണ്. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നടത്തിയ കാര്യങ്ങളെ ഓർത്ത് ധ്യാനിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ സന്തോഷത്തോടെ ഒരു കൂട്ടായ്മ ആചരിച്ച് പിരിയുക എന്നുള്ളത് പണ്ട് കാലം മുതൽ ചെയ്തു പോന്നിരുന്നു. എന്നാൽ ഇന്ന് കാണുന്ന ഈ ന്യൂജൻ ഗ്രൂപ്പുകളെല്ലാം വലിയ ഓഡിറ്റോറിയങ്ങളെടുത്ത്, വലിയ സ്റ്റേഡിയങ്ങളെടുത്ത് ലോകത്തിലുള്ള ആളുകളെല്ലാം അവിടെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ആട്ടും പാട്ടും ചാട്ടവും ഒക്കെ ആയിട്ട് ആ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ആത്മീയമാണ്, ഗൗരവമാണെന്നൊക്കെ പലരും ചിന്തിക്കുമെങ്കിലും അവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. ഈ ഒരു വർഷം ദൈവം നമ്മെ നടത്തി സന്തോഷസൂചകമായിട്ടാണ് ഒരുമിച്ച് കൂടുന്നതെങ്കിൽ, അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ആ സമയത്ത് ഈ ഭണ്ഡാരപ്പെട്ടി എന്തിനാണ് അവിടെ തുറന്നു വയ്ക്കുന്നത്? ഒരു ന്യായമായ ചോദ്യമല്ലേ? അവിടെ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ ജനമാണ് ഒരുമിച്ച് കൂടുന്നതെങ്കിൽ ഈ ജനം ഒന്നും ഒളിച്ചോടില്ല. ഇവരാരെങ്കിലും ഒളിച്ചോടുവോ? ഇവരാരും ഒളിച്ചോടില്ല. ഇവരടുത്ത ദിവസവും വരും. നമുക്ക് അടുത്ത ദിവസം ഇവരോട് വാങ്ങാമെന്നേ, ഇവരെന്തായാലും തരുമല്ലോ, തരാൻ മനസ്സുള്ളവരല്ലേ. അത് അടുത്ത ദിവസം നമുക്ക് വാങ്ങാം. ഈ ഡിസംബർ 31 രാത്രി വാങ്ങിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ഇടിഞ്ഞു വീഴില്ലെന്നേ. അതായത് ഈ പാർട്ടിസിപ്പൻസായ വിശ്വാസികളും ശുശ്രൂഷകരെല്ലാം മണി മൈൻഡഡായിപ്പോയി. ഈ ഒരുമിച്ച് കൂടുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒരു 10 ഇട്ട് കഴിഞ്ഞാൽ 100 കിട്ടും, 100 ഇട്ട് 1000 കിട്ടും, ഇങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ആളുകൾ പോയി. പാപത്തിൻ്റെ പടുകുഴി കിടന്ന് ഒരു കണ്ണിനും അലിവ് തോന്നാതെ മുങ്ങിച്ചാകാൻ തുടങ്ങിയവനെ അവിടെ നിന്ന് കോരിയെടുത്തുകൊണ്ട് വന്നതായത്. അവനെ നിർബന്ധിച്ചും അവൻ്റെ കൊങ്ങായിക്ക് വിളിച്ചും എടാ 100 ഇട്ട 1000 കിട്ടൂടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇങ്ങനെയൊക്കെയാണോ ഇത് വാങ്ങേണ്ടത്? സൗരങ്ങളെ, ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൂടെ വന്നതാ. കേൾവിക്കാരായ ആരും എന്നോട് കോപിച്ചേക്കരുത്. നല്ല മനസ്സോടെ തരുന്ന ഏവനോട് നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. എനിക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് ഈ കാട്ടിക്കൂട്ടുന്ന പോലെയല്ല. സ്വർഗത്തിലെ ദൈവം ഒരു ടീസറൊക്കെ നേരത്തെ ഇറക്കുമോ? അതായത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന പ്രോഗ്രാം, കടന്നു വന്ന അനുഗ്രഹം പ്രാപിപ്പിൻ, നിങ്ങൾക്കുള്ളതെല്ലാം ഊരിപ്പറിച്ചിടുവേൻ എന്നൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷകനിലൂടെ പറയുമെങ്കിൽ അത് എന്ത് ആത്മാവാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ സ്റ്റാൻഡേർഡ് പോലും പരിശുദ്ധാത്മാവിന് ഇല്ലാതെ വരില്ലേ? അങ്ങനെ വരുമ്പോൾ എനിക്ക് പോലും അതൊന്നും ആലോചിക്കാൻ പറ്റത്തില്ല, അരോചകമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ പരമപരിശുദ്ധനായ ദൈവത്തിന്, പവിത്രാത്മാവിന് ഒരുവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ കഴിയുമോ? ഇതെല്ലാം സാത്താന്യമാണെന്ന് പറയാനാണ് ഞാൻ ഈ 2ാം വാക്യം ഒന്ന് വായിപ്പിച്ചത്. ഇന്ന് ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം സാത്താന്യമാണെന്ന് പറയാനാണ് ഞാൻ ഈ വാക്യം വായിപ്പിച്ചത്. ഇതൊന്നും പരിശുദ്ധാത്മാവിലല്ല. പരിശുദ്ധാത്മാവിൽ ഒരു കാര്യവും ഈ രീതിയിലുള്ള കണ്ടീഷൻ വെച്ചിട്ടല്ല. അതൊക്കെ നല്ല മനസ്സോടുകൂടി കൊടുക്കുക, അതുപോലെ സന്തോഷത്തോടെ കൊടുക്കുക. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മുടെ മുമ്പിലുണ്ട്. സ്റ്റാൻഡേർഡുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ ദാസന്മാരും അവിടുത്തെ ജനവും സ്റ്റാൻഡേർഡ് ഉള്ളവരായിരിക്കണ്ടേ? അവരിങ്ങനെ ഒരു തെണ്ടൽ യജ്ഞത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണോ? ആണോ? ഓരോ ഡിസംബർ 25 അതുപോലെ ഓണവും വിഷുവോ അങ്ങനെ ഏതാണ്ടൊക്കെ വരുമല്ലോ. ഇതൊക്കെ വന്നു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലുള്ള പത്രത്തിലൊരു ന്യൂസ് വരും. ഈ തവണ ഏറ്റവും കൂടുതൽ കുടിയന്മാർ സ്കോർ ചെയ്ത സ്ഥലം ചാലക്കുടിയോ ഇരിങ്ങാലക്കുടയോ, എന്തായാലും കത്തോലിക്കര് കൂടുതലുള്ള സ്ഥലമായിരിക്കും 1ാം സ്ഥാനം. അല്ലാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉള്ള സ്ഥലമൊന്നും 1ാം സ്ഥാനത്തിന് വിചാരിച്ചിട്ട് കിട്ടില്ല. അവിടെയൊക്കെയാണ് സാധാരണ വരാറ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഡിസംബർ 31 ഈ രാത്രി പ്രോഗ്രാമുകളുണ്ടല്ലോ, ഈ രാത്രി പ്രോഗ്രാമുകൾ, അതിൻ്റെ വീഡിയോസും അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കും. അത് കാണുന്ന ആളുകൾ ഒരു വിലയിരുത്തൽ നടത്തും. ഈ തവണ കൊട്ടാരക്കരയാണ് സ്കോർ ചെയ്തത്, ഈ തവണ ജനമെല്ലാം വണ്ടി കയറിയത് കൊട്ടാരക്കരയ്ക്കാണ്, അല്ലെങ്കിൽ ഈ തവണ ജനമെല്ലാം വണ്ടി കയറിയത് കോട്ടയത്തിനാണ്, അല്ലെങ്കിൽ കൊച്ചിക്കാണ്, പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ സഹോദരങ്ങളെ? കരവാളൂരോ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ചിന്തിച്ചോ. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഈ തവണ ആളുകൾ കൂടുതൽ കയറിയത് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. കാരണം അവർ ഓരോരുത്തരും പിന്നെ അവരുടെ വീഡിയോസൊക്കെ പുറത്തു വിടും. ആൾ കൂടിയതിൻ്റെ അംഗസംഖ്യ കാണിച്ച് പേടിപ്പിക്കണമല്ലോ. ഭയങ്കരമായിട്ട് ജനം കൂടി. അങ്ങനെ കോട്ടയത്ത് പോയ ചില ഫാമിലികളെ എനിക്കറിയാം.
അതിൽ ഒരു പ്രിയപ്പെട്ടവൻ ഈ അടുത്തിടയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ പോയി. പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞു ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടാവാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ശരി ഇപ്പം ചാവുന്നില്ലെന്ന് പറഞ്ഞു. പാലത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. മുകളിൽ കയറിയോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും പാലത്തിനടുത്തെത്തി. പാലത്തിന് മുകളിലേക്ക് കയറിയോന്ന് എനിക്കറിയില്ല. താഴെ കായല പുഴ പോലുമല്ല, കായലാണ്. കായലിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിയൊഴുക്ക് ഭയങ്കരമാണ്. പക്ഷെ ആള് പിന്നെ തിരിച്ചു വന്നിട്ട് ഇപ്പം 31-ാം തീയതി കോട്ടയത്തിന് പോയായിരുന്നു. ഈ ആളുകളെയൊക്കെ ഇട്ട് ഈ തുള്ളിപ്പിക്കുകയും ചാടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. സന്ദർഭവശ പറഞ്ഞതാണ്, ജനം വഞ്ചിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും പദ്ധതികളും തിരിച്ചറിയുന്നില്ല. ഇവിടെ ഈ വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ മറ്റൊരു ചിന്തയും കൂടെ പറയാം. അതായത് ഇത് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് വിശുദ്ധന്മാർ സ്വമേധയാ മനഃപൂർവ്വമായി നല്ല മനസ്സോടെ ഹൃദയപൂർവ്വം കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആരെങ്കിലും തരുമ്പെങ്കിലും ചഞ്ചലപ്പെട്ട് കഴിഞ്ഞാൽ ചഞ്ചലപ്പെട്ട ആരും കൊണ്ടുവരണ്ട, അങ്ങനെ ആരും കൊണ്ടുവരണ്ടെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പുതിയ നിയമ വീക്ഷണത്തിൽ കാര്യങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാവോ? അന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ വസിക്കേണ്ടതിന് ഒരു മന്ദിരം നിർമ്മിക്കാൻ നിങ്ങൾ നല്ല മനസ്സോടുകൂടി ഇങ്ങനെ കൊണ്ടുവരണമെന്ന്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം വലിയവനായ ദൈവം തൻ്റെ പുത്രനെ മനഃപൂർവമായി നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. അതായത് മനഃപൂർവമായി പിതാവ് പുത്രനെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതായത് ഇവിടെ എന്താ വായിച്ചത്? നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. വഴിപാട്, സാക്രിഫൈസ്, ഒരു ഓഫറിങ് എന്നുള്ള നിലയിൽ വാങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് കൈ നീട്ടുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താ? ഞാൻ ഈ അർപ്പിക്കുന്ന ഒരു വഴിപാടാണ്, ഒരു സാക്രിഫൈസാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വിശുദ്ധമായ ഒരു വഴിപാട് ഞാൻ അർപ്പിക്കുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളതിനെ പുതിയ നിയമ വീക്ഷണത്തിൽ എങ്ങനെയാണ് കണ്ടത്? പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി മനഃപൂർവ്വമായി ഏൽപ്പിച്ചു തന്നു, ഒരു വഴിപാടെന്ന നിലയിൽ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ തന്നെയുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു വഴിപാടായി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു എന്ന്. അങ്ങനെയല്ലേ? ആ വാക്യം കൂടി ഒന്ന് വായിച്ചേ. Ephesians chapter 5 verse 1 and 2. 1-2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുകയും. ക്രിസ്തുവും നമുക്ക് വേണ്ടി ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ, തൻ്റെ ലൈഫ് ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചെന്ന്, ഏൽപ്പിച്ചു കൊടുത്തെന്ന്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുന്ന ഒരു ദൈവവൈതൽ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതം ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയുമല്ലോ. ജീവിതം മീൻസ് അവിടെ ശരീരത്തെ ഒരു യാഗമായി ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത്. ശരീരത്തെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുണ്ടായാലല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. സൗരങ്ങളെ, റോമാലേഖനം 12-ന്റെ 1-2 വാക്യങ്ങളെ ഈ പറഞ്ഞത് ഞാൻ, ശരീരത്തെ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. ശരീരത്തിന് സ്വതവേ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? തീരുമാനത്തിലെത്തുന്നാരാ? നമ്മളല്ലേ തീരുമാനത്തിലെത്തുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ലേ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എൻ്റെ സോളിലാണ് ഈ മൈൻഡും വില്ലും ഇമോഷനൊക്കെ ഇരിക്കുന്നത്. എൻ്റെ ദേഹിയിലാണ് മനസ്സിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കണം എൻ്റെ ശരീരത്തെ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കണമോ വേണ്ടയോ എന്ന്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ രക്ഷയും സ്നാനവുമായി ബന്ധപ്പെട്ട ആ ചിന്ത വന്നതുകൊണ്ട് ഞാനത് ഒന്ന് പറയുന്നതാണ്. നമ്മളുടെ ടോപ്പിക്കിൽ ഇപ്പോൾ അത് പറയേണ്ടതുമായ കാര്യമല്ല. എന്നാൽ ഈ ഓർമ്മയിലേക്ക് വന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറന്നുപോവാം. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ പാകത്തിന് നിങ്ങളുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുന്നത്. നോക്കണം, ക്രിസ്തു തൻ്റെ ജീവിതം ബലിപീഠത്തിൽ ഏൽപ്പിച്ചു, വഴിപാടും യാഗവുമായിട്ട്. അതെന്തിനാ? നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ്. നമ്മെ വീണ്ടെടുത്ത് തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവരണം, സഭയാം കൂടാരത്തിൽ നമ്മെ കൊണ്ടുവരണം. അങ്ങനെ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മോട് പറയുകയാണ്, നമ്മൾ അതുപോലൊരു മനസ്സോടെ നമ്മുടെ ശരീരത്തെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ മുഴു ജീവിതവും
ഒരു വഴിപാടായിട്ട് ഏൽപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറയുകയാണ്, ശരീരത്തിലെ ചില പാർട്സുകൾ ഞങ്ങൾ ഏൽപ്പിക്കില്ല, ബാക്കി പാർട്സുകളെല്ലാം ഏൽപ്പിക്കാം. കുറച്ച് ഭാഗങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങൾ കീപ്പ് ചെയ്യും, ബാക്കിയൊക്കെ ഏൽപ്പിച്ചേക്കാം, ബാക്കി കൊണ്ടുപോക്കോ എന്നുള്ള നിലയിലാണ് ഈ കാലഘട്ടത്തിലെ പഠിപ്പീരുകാരുടെ പഠിപ്പീരുകളല്ല. ശരിക്കും ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊക്കെ കൂട്ടായ്മകളിൽ ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോഴാണ് ജനത്തിന് ബോധം വയ്ക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച്, അല്ലേ? ശരിയായൊരു സമർപ്പണത്തിലേക്ക് ആളുകൾ വരാത്തതിൻ്റെ കാരണം എന്താ? ശുശ്രൂഷകർക്ക് വെളിപ്പാടില്ല. അങ്ങനെ ആ വെളിപ്പാടിലേക്ക് വന്നവർ വെളിപ്പാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ പറയുമ്പോഴാണ് ജനത്തിന് ബോധ്യം വരുന്നത്. പിതാവ് തൻ്റെ പുത്രനെ മനഃപൂർവ്വമായി ഏൽപ്പിച്ചു തന്നു. അന്ന് ഇസ്രായേലിനോട് വലിയവനായ ദൈവം പറയുകയാണ്, നിങ്ങൾ നല്ല മനസ്സോടുകൂടി എനിക്ക് വസിക്കാനായിട്ട് മന്ദിരം നിർമ്മിക്കാനായി മെറ്റീരിയൽസ് കൊണ്ടുവരണമെന്ന്. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, ധ്യാനിക്കേണ്ട വിഷയമാണ്. അപ്പം നമ്മുടെ ഈ സമാഗമന കൂടാര ചിന്തയോടുള്ള ബന്ധത്തിൽ ആമുഖങ്ങളിൽപ്പെട്ടൊരു കാര്യങ്ങളാണിതെല്ലാം. ഇത് പൊതുവായി പറയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് യെരൂശലേം ദേവാലയവും സമാഗമന കൂടാരവും ചേർത്ത് നിർത്തി പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. എന്നാൽ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് എന്ത് ചെലവായി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പുറപ്പാട് ദിവസം 38-ാം അധ്യായം നമുക്കൊന്ന് തുറക്കാം. എക്സോഡസ് ചാപ്റ്റർ 38 അതിൻ്റെ 21 മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ സമയമെടുത്ത് നിങ്ങൾ പിന്നീട് വായിക്കണം. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹരോൻ്റെ മകൻ ഇഥാമാർ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷി കൂടാരം എന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ, എന്ത് ചെലവായി എന്നുള്ള വിശദീകരണമാണ് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചേ പാസ്റ്ററെ. വേഴ്സ് 24. വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ 29 താലന്തും 730 ശേക്കലുമായിരുന്നു. അതിന്റെ 25 കൂടെ വായിച്ചോ. സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 താലന്തും 1775 ശേക്കലുമായിരുന്നു. 29-ാം വാക്യം കൂടെ, വേഴ്സ് 29. വഴിപാട് വന്ന താമ്രം 70 താലന്തും 2400 ശേക്കലുമായിരുന്നു. അപ്പം നമ്മൾ ഈ വായിച്ചതിൽ നിന്ന് 21-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു കൂടാരത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ എന്ന് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ അടുത്തടുത്ത വാക്യങ്ങളിൽ അതിന് എന്തുമാത്രം കാര്യങ്ങൾ, നീലനൂല്, ചുവപ്പ് നൂല്, ഇതൊക്കെ എന്തുമാത്രം കൊണ്ടുവന്നു എന്ന് കാണാം. അത് കഴിഞ്ഞ് 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതിനു വേണ്ടി കൊണ്ടുവന്ന പൊന്നിനെ കുറിച്ച് പറയുമ്പോൾ 29 താലന്തും 730 ശേക്കലുമായിരുന്നു പൊന്ന് കൊണ്ടുവന്നത്. വെള്ളി കൊണ്ടുവന്നത് 100 താലന്തും 1725 ശേക്കലുമായിരുന്നു. പിന്നെ അതിൻ്റെ വിശദീകരണമുണ്ട്. അതുപോലെ തന്നെ താമ്രത്തെക്കുറിച്ച് പറയുമ്പോൾ 70 താലന്തും 2400 ശേക്കലുമായിരുന്നു. അതെല്ലാം കൺവേർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, അതായത് യഹൂദന്മാരുടെ ഇടയിലുള്ള അളവുകളും കാര്യങ്ങളുമാണ് ഈ പറയുന്ന ശേക്കലും താലന്തും ഒക്കെ പറയുന്നത്. അതെല്ലാം കൺവേർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1.5 ടണ്ണിനടുത്ത് വരും ഈ പൊന്നെന്ന് പറയുന്നത്. ഗോൾഡ് എന്ന് പറയുന്നത് ഏകദേശം 1.5 ടണ്ണിനടുത്ത് വരും. അതുപോലെ വെള്ളി എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ടണ്ണിനടുത്ത് വരും. വെള്ളി 4 ടണ്ണിനടുത്ത് വരും. അതുപോലെ താമ്രവും ഏകദേശം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 4 ടണ്ണിനടുത്ത് വരും. വെള്ളിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തുമായിട്ടിരിക്കുന്ന 48 പലകയും വെള്ളി ചുവടുകളിലാണ് ഇരിക്കുന്നത്, സിൽവർ സോക്കറ്റുകളിലാണ് അതിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെയൊക്കെ തൂക്കം നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഓരോ സോക്കറ്റിനും എത്ര തൂക്കം ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ സോക്കറ്റിനും എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളത്, എത്ര ഭാരം ഉണ്ടെന്നുള്ളത് ആ സമയത്തേക്ക് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു വിടുകയാണ്. ആമുഖത്തിലാണെന്ന് പറഞ്ഞല്ലോ. കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചെലവെന്ന് പറയുന്നത് ഈ 38-ാം അധ്യായത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇത് വെച്ച് ചിന്തിക്കുമ്പോൾ കൂടാരം ടെമ്പററിയാണ്. അത് നമ്മളെപ്പോഴും ഊന്നി പറയുന്ന കാര്യമാണ്. ടെമ്പററിയാണ്. പക്ഷേ ഇതും കോസ്റ്റ്ലിയാണ്.
കൂടാരം പുറമെ നിന്ന് നോക്കിയാൽ അഴകില്ലെന്ന് നമ്മൾ പറയും. അഴകുണ്ടോ? അശേഷം അഴകില്ല. കാരണം ഇതിൻ്റെ പുറത്ത് കിടക്കുന്നത് തകശുതോലാണ്, അഥവാ ബാഡ്ജേഴ്സ് സ്കിന്നാണ്. അതിൻ്റെ ഷെയ്പ്പും കാര്യങ്ങളും ഒക്കെ വെച്ച് പുറമെ നിന്ന് നോക്കിയാൽ വലിയ അഴകൊന്നുമില്ല, രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്തെ പണികളിലേക്ക് നമ്മൾ വരികയാണ്. അകത്തെ പണികളിലേക്ക് വരുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ, ഇതൊക്കെ കോസ്റ്റ്ലിയായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പൊന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്ന കാര്യമാണ്. അതേസമയം വേറെ ചില ഭാഗത്ത് പറഞ്ഞു വരുമ്പോൾ, അതായത് ആ പർട്ടിക്കുലർ ഭാഗത്ത് പൊന്നെന്നുള്ള വിഷയം പറയുമ്പോൾ ശോധന ചെയ്ത വിശ്വാസത്തെ കാണിക്കും പൊന്ന്, അങ്ങനെയും പറയും. ശോധന ചെയ്ത വിശ്വാസത്തെ കാണിക്കും. അതായത് ആ പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം അങ്ങനെ പറയും. ജനറലായിട്ട് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്ന കാര്യം പറയും. അതായത് മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ നിർമ്മിതിയിൽ പൊന്നുകൊണ്ടുള്ള നൂലുണ്ട്. ഈ പറയപ്പെട്ട 4 നൂലിൻ്റെ കൂട്ടത്തിൽ പൊന്ന് അടിച്ച് നൂൽ പരുവത്തിലാക്കി എടുക്കും, എന്നിട്ട് അതിൻ്റെ പണിയിൽ ആ നൂല് ഉപയോഗിക്കും. അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്. അതുപോലെ വെള്ളി വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. റിഡംഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വെള്ളി കാണിക്കുന്നത്. അതേസമയം താമ്രം എന്ന് പറയുന്നത്, താമ്രം ന്യായവിധിയെ കാണിക്കുന്നു, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നു. ഈ കൂടാരത്തിൻ്റെ ചുറ്റും 60 തൂണുകളുണ്ട്, 60 പില്ലേഴ്സ്, 60 തൂണുകൾ. ഈ തൂണുകൾ ഡയറക്റ്റ് മണ്ണിലല്ല വെക്കുന്നത്, അതിനടിയിൽ ബ്രോൺസ് സോക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. അതായത് ബ്രോൺസ് അഥവാ താമ്രം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവ് ആദ്യം പറഞ്ഞത്, അത് ന്യായവിധിയെ കാണിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയുമായി ബന്ധപ്പെട്ട് ഒക്കെ വിശദീകരിക്കും. അതേസമയം ഇപ്പോൾ പറഞ്ഞത് ബ്രോൺസ് സോക്കറ്റ് എന്നാണ്, ഒറ്റ വാക്കിലാണ് പറഞ്ഞത്. താമ്ര ചുവടുകൾ എന്നാണ് പറഞ്ഞത്. ആ താമ്ര ചുവടുകൾ നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്നുള്ള കാര്യം കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. താമ്രം എന്ന് പറഞ്ഞപ്പോൾ ഒരു വിശദീകരണം പറഞ്ഞു, താമ്ര ചുവടെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു വിശദീകരണം പറഞ്ഞു. അത് കൂടിക്കുഴഞ്ഞ് പോകരുത്. മറ്റൊരു കാര്യം കൂടെ, നമ്മൾ കൂടാരത്തിൻ്റെ നിർമ്മിതിയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും ഇരിക്കുന്ന ഉപകരണങ്ങളൊക്കെ പൊന്നുകൊണ്ടുള്ളതാണ്, പ്യുവർ ഗോൾഡ് കൊണ്ടുള്ളതാണ്. അതേസമയം ഈ പ്രാകാരത്തിലിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ താമ്രം കൊണ്ടുള്ളതാണ്. പ്രാകാരത്തിൽ പൊന്നിൻ്റെ യാതൊരു പണികളുമില്ല. അത് ഹോളി പ്ലേസിലും മോസ്റ്റ് ഹോളി പ്ലേസിലും മാത്രമേ ഉള്ളൂ. പ്രാകാരത്തിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും താമ്രം കൊണ്ടുള്ളതാണ്. അവിടെ ഇരിക്കുന്ന ബ്രോസൺ ആൾട്ടറിലേക്ക് നോക്കുക, ലേവറിലേക്ക് നോക്കുക, അതുപോലെ തന്നെ ഈ 60 പില്ലേഴ്സ്, അതിൻ്റെ അടിയിലിരിക്കുന്ന ബ്രോൺസ് സോക്കറ്റുകൾ, അതിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് താമ്രമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം വായിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കൂടാരം അല്പം കോസ്റ്റ്ലി തന്നെയാണ്. ഇത് ടെമ്പററി ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, പുറമേ നിന്ന് നോക്കിയാൽ അഴകില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇത് കോസ്റ്റ്ലിയാണ്, വില കൊടുക്കേണ്ടതാണ്, വിലപിടിപ്പുള്ളതാണ്. മഹത്വം മുഴുവൻ ഇതിനകത്താണ്, പുറമേ അല്ല. പുറമേ നിന്ന് കാണുന്നവർക്കൊരു മഹത്വം ദർശിക്കാൻ കഴിയില്ല, ഇതിനകത്താണ് മഹത്വം. അതുപോലെ തന്നെയാണ് ഇന്ന് കൂടാരവാസികളുടെ സംഘമാണ് ദൈവസഭ എന്ന് പറയുന്നത്. സഭയാം കൂടാരം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. അതായത് സാർവത്രിക സഭയെ നമ്മൾ സഭയാം കൂടാരം എന്ന് വിളിക്കും. അപ്പോൾ ആ സഭയാം കൂടാരത്തെ, സഭയെ പുറമെ നിന്ന് ഒരു വ്യക്തി നോക്കിക്കാണുന്നത് രൂപഗുണമില്ലാത്തതും കോമളത്വമില്ലാത്തതും ഒന്നുമില്ലാത്തതും ഏതുമില്ലാത്തതുമായ രീതിയിലാണ് അവർ കാണുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. വീണ്ടെടുപ്പിൻ്റെ മഹാത്മ്യങ്ങൾ ഇതിനകത്ത് കാണാം. ഇതിനോട് അടുത്തു വരണം. അകലെ നിന്ന് കാണുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെ ധ്യാനിക്കുന്ന വിശുദ്ധന്മാർ തിരിച്ചറിയേണ്ടത് വിലപിടിപ്പുള്ള കാര്യമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. അത് വിലപിടിപ്പുള്ളതാണ്. അതൊരു തമാശക്കളിയല്ല, വളരെ ഗൗരവമാണ്. വില കൊടുത്ത് വേണം ദൈവത്തെ ആരാധിക്കാൻ. അത് നമ്മൾ മുന്നമേ കണ്ടിട്ടുള്ളതാണ്. വില കൊടുത്ത് വേണം ആരാധിക്കാൻ. അതുപോലെ ഈ ജീവിതത്തിന് വേണ്ടി വില കൊടുക്കണം. കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ അത്യുന്നതനായ ദൈവത്തിന് വസിക്കാൻ പാകത്തിന് ഈ തലമുറയിൽ സ്വർഗം കണ്ടിട്ടുള്ള വിശുദ്ധ മന്ദിരം നാം ഓരോരുത്തരുമാണ്. അന്ന്
ഇത് വായിക്കുമ്പോൾ അന്ന് ഇസ്രായേൽ ജനത്തോടാ പറഞ്ഞ, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ നിങ്ങൾ എനിക്കൊരു കൂടാരം നിർമ്മിക്കണം. ആ കൂടാരത്തിന് വേണ്ടുന്ന മെറ്റീരിയൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് കൊണ്ടുവരണം, നല്ല മനസ്സോടെ കൊണ്ടുവരണം, അല്ലാതെ ആരും കൊണ്ടുവരരുതെന്ന്. അല്ലാതെ കൊണ്ടുവന്നാൽ ദൈവത്തിന് പ്രസാദകരമല്ല. അപ്പോൾ ജനം മനഃപൂർവ്വമായി നല്ല മനസ്സോടുകൂടി അന്ന് കൊണ്ടുവന്നു. അതൊരു സമർപ്പിതമായ അനുഭവമാണ്. അങ്ങനെ ആ ജനം കൊണ്ടുവന്ന് സമർപ്പിച്ച ആ വഴിപാടിൽ പ്രസാദിച്ചുകൊണ്ട് ആ കൂടാരത്തിൻ്റെ പൂർത്തീകരണത്തിൽ വലിയവനായ ദൈവം തൻ്റെ മഹത്വം അതിനകത്തേക്ക് ഇറക്കി. പർവ്വതത്തിലെ മാതൃക പ്രകാരം തന്നെ കണിശതയോടുകൂടി മോശെ അത് നിർമ്മിച്ചു. പള്ളി മാറിയില്ല, അളവൊന്നും തെറ്റിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അതിനകത്തേക്ക് ഇറങ്ങി വന്നെന്നാണ് നമ്മൾ കാണുന്നത്. ഈ തലമുറയിൽ നമ്മളും മനഃപൂർവ്വമായിട്ട് അതുപോലെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ മന്ദിരമായിട്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുമല്ലോ. രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്, പൊതുവായി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ സമർപ്പിച്ച് വന്നവരും ദൈവത്തിൻ്റെ മഹത്വം ചുമക്കുന്നവരുമായ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളോടിപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും പൊതുവായി മെസ്സേജ് പറഞ്ഞു പോകുന്നതാണ്. നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞോണം, ഞാൻ അന്ന് അങ്ങനെ സമർപ്പിച്ചു. ഇസ്രായേൽ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ദൈവമഹത്വം അതിലേക്ക് ഇറങ്ങി. ഞാനും മനഃപൂർവ്വമായി എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ, അശേഷം നെഞ്ചുവേദന ഇല്ലാതെ, വേണോ വേണ്ടിയോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഞാൻ എന്നെ തന്നെ ബലിപീഠത്തിൽ ഏൽപ്പിച്ചപ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുകയാണല്ലോ. ഒന്നുകൂടെ ഈ കാര്യങ്ങളെ അയവിറക്കാൻ പറ്റിയല്ലോ, ഒന്നുകൂടെ ചിന്തിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യം. അപ്പോൾ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് ഈ കാണായ കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബാക്കിയുള്ളതിനെക്കുറിച്ച്, അതായത് നൂലുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അധികം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയ കാര്യങ്ങൾ, ഘനമേറിയ കാര്യങ്ങളായതുകൊണ്ട് ഈ 3 കൂട്ടം കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു എന്ന് മാത്രം. തുടർന്ന് ഒരു കാര്യം കൂടെ ഒന്ന് ആ കൂടെ ചേർത്ത് വെച്ച് പറയാനുണ്ട്. നമ്മുടെ ആമുഖങ്ങൾ ഏതാണ്ട് പര്യവസാനിക്കും അങ്ങനെ വരുമ്പോൾ. പുറപ്പാട് ദിവസം 35-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ, 35-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വേഴ്സ് 25 and 26. അതിനു മുൻപ് അതിൻ്റെ 21-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവനെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. ആദ്യം പറഞ്ഞതുമായി കണക്ട് ചെയ്ത് പറയാവുന്ന കാര്യമാണ്. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവനെല്ലാം. അല്ലാത്തവരാരും കൊണ്ടുവന്ന് കാണില്ലായിരിക്കും. ആ സഞ്ചരിച്ചു പോയ ജനത്തിൻ്റെ ഇടയിൽ വലിയ പങ്ക് ആളുകളും അങ്ങനെ ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവരായിരിക്കും. അതുകൊണ്ടാണല്ലോ കണ്ടമാനം മെറ്റീരിയൽ വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് അവരോട് പറയേണ്ടി വന്നു, എല്ലാം എക്സസ് ആയി കഴിഞ്ഞിരിക്കുന്നു, ഇനി ആരും കൊണ്ടുവരേണ്ടെന്ന്. ആ പറയുന്നത് 36-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണ്. 36-ന്റെ 5 ഒന്ന് വായിച്ചേ. ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. അതിന് മോശ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധമന്ത്രത്തിന്റെ വഴിപാടുമായിക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവരത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി. ഈ വായിച്ച 5-ാം വാക്യത്തിൽ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവന്നു. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ കുറേ പാസ്റ്റർമാർ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, 25-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാനായിട്ട് നിങ്ങൾ എനിക്കൊരു മന്ദിരം പണിയണം, അതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ജനം നല്ല മനസ്സോടുകൂടി വഴിപാട് കൊണ്ടുവരേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം മോശയോട് പറയുമ്പോൾ ശരിക്കും മോശ ഞെട്ടിപ്പോണ്ടതാണ്. കാരണം ഇത് പറയുന്ന സ്ഥലം എവിടെ വെച്ചാ? ഇത് പറയുന്നത് മരുഭൂമി വന്നതിന് ശേഷമാണ്. മോശയോട് വലിയവനായ ദൈവം ഈ കാര്യങ്ങൾ പറയുന്നത് മരുഭൂമി വന്നതിന് ശേഷമാണ്. ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് വന്നപ്പോഴല്ലേ ഇത് പറയുന്നത്. ശരിക്കും മിസ്രൈമിൽ വെച്ചാൽ ഇത് പറയുന്നതെങ്കിൽ ഫറവോയോട് നമുക്കൊരു റിക്വസ്റ്റ് വെക്കാമായിരുന്നു, ഒരു 6 മാസത്തെ അവധിക്ക് കുറച്ച് ഇന്ന കാര്യങ്ങളൊക്കെ തരണം, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു കൂടാരം ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കനാനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ കൃഷിയൊക്കെ ചെയ്ത് വരുമാനമൊക്കെ ആയി കഴിയുമ്പോൾ അത് മടക്കി തന്നേക്കാം, കടമായിട്ട് മതി എന്നൊക്കെ വേണേൽ പറയാമായിരുന്നു.
ഇതിപ്പോൾ ഒന്നും ആരോടും ചോദിക്കാനില്ലാത്തൊരു സ്ഥലത്ത് മരുഭൂമി വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ വഴിപാട് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഞാനിതൊരു ശുശ്രൂഷകൻ്റെ വ്യൂവിലാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്, ഒരു ശുശ്രൂഷകൻ്റെ വ്യൂവിൽ. അതായത് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മോശെ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞില്ല. ദൈവഹിതം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെ പ്രായോഗികമായി കൊണ്ടുവരിക ചെയ്ത് തൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളുടെ നിർമ്മിതിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ യഹോവയായ ദൈവം കരുതിക്കൊള്ളും, ദൈവം അതിനുള്ള വഴി കണ്ടിട്ടുണ്ട്, കണ്ടിട്ട് തന്നെ ആയിരിക്കും എന്നോട് പറഞ്ഞതെന്ന് മോശയുടെ ഉള്ളിലുണ്ടായിരിക്കും. അതുകൊണ്ട് മോശ തിരിച്ചു ചോദിച്ചില്ല, അത് കൊള്ളാം, ഞാനിത് എവിടെ പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാനാ? ഈ ജനത്തിനെല്ലാം ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മോശ ചോദിച്ചില്ല ഞാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന്. അങ്ങനെ ചോദിച്ച മോശയ്ക്ക് ന്യായമായിട്ട് ഇവിടെ വേണേൽ ചോദിക്കാം. പക്ഷെ ഇവിടെ മോശ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല. ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് ഇതൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചില്ല, അങ്ങനെ ഒരു വാക്കും ചോദിച്ചില്ല. പക്ഷെ ചരിത്രം എന്താ നമ്മുടെ മുമ്പാകെ കാണുന്നത്? 36-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. യഹോവ ചെയ്യാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതായത് ജനം വേണ്ടതിലധികം കൊണ്ടുവരുന്നു എന്ന്. ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്താണ് ഈ വേണ്ടതിലധികം വരുന്നത്. അങ്ങനെ വേണ്ടതിലധികം ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അവൻ്റെ ജീവിതം ഒരു മരുഭൂമിയായിട്ട് സമർപ്പിക്കണം, എങ്കിൽ മാത്രമേ വേണ്ടതിലധികമൊക്കെ കിട്ടുകയുള്ളൂ. പെട്ടെന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യത കുറവാണ്. ഈ വായിച്ച വചനപ്രകാരം പുറപ്പാട് ദിവസം 36-5 പ്രകാരം ഒരു ശുശ്രൂഷകൻ തൻ്റെ ജീവിതം ഒരു മരുഭൂമിക്ക് സമാനമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താ മരുഭൂമി കാണിക്കുന്നത്? ഇടത്തും വലത്തും ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ. അങ്ങനെ ഒരു മരുഭൂമിക്ക് സമാനമായ സമർപ്പണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും വേണ്ടതിലധികം അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. വല്ലവരോടും ചോദിച്ചിട്ട് പറയുന്നതല്ല, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അമർച്ചയായി പലരോടും കൽപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് മതി എന്നൊക്കെ. ഇതൊക്കെ ലൈവാണ് സഹോദരങ്ങളെ. ഈ വാക്യങ്ങളൊക്കെ ഇത് പുരാതന കാലത്ത് എന്നോ നടന്നൊരു കാര്യമല്ല, ഇത് എല്ലാ തലമുറയിലും നടക്കും. ഒരു ശുശ്രൂഷകൻ തൻ്റെ ജീവിതം ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരണം, ആ ഒരു സമർപ്പണാനുഭവത്തിലേക്ക്. ലെഫ്റ്റും റൈറ്റും ആരുമില്ല, ഫ്രണ്ടും ബാക്കിലും ആരുമില്ല. സപ്പോർട്ട് ചെയ്യാൻ അമേരിക്കയിൽ നിന്ന്, ന്യൂസിലാൻഡിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്നും, കാനഡയിൽ നിന്നൊന്നും സപ്പോർട്ടേഴ്സ് ഇല്ല. സപ്പോർട്ടേഴ്സ് ഒന്നും ഇല്ലെന്ന്, കൂട്ടു സഹോദരങ്ങൾ ആരും ഇല്ലെന്നല്ല കേട്ടോ ഈ പറയുന്നത്. ഞാൻ പറയുന്നതിൻ്റെ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇന്ന് വിദേശത്തൊക്കെയുള്ള പല ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ സപ്പോർട്ട് ചെയ്യാനായിട്ടിരിക്കുന്നവർ. അങ്ങനത്തെ ആരുടെയും സപ്പോർട്ടൊന്നും ഇല്ലാതെ ഈ ഒരു നിലയിലൊരു സമർപ്പണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് സ്വർഗത്തിലെ ദൈവം കൊടുക്കും. അതൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞതാ. മറ്റൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞാൽ എന്ത് പറയും? വേണ്ടുന്ന വെളിപ്പാടും കൊടുക്കില്ലേ? ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ കൊടുക്കുമെങ്കിൽ വെളിപ്പാടും കൊടുക്കില്ലേ? അത് കൊള്ളാം. ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്ന ദൈവം അവന് വചനത്തിൻ്റെ വെളിപ്പാട് കൊടുക്കുന്നില്ല, വചനം പ്രകാശിപ്പിച്ച് കൊടുക്കുന്നില്ലെന്ന് വന്നു കഴിഞ്ഞാൽ എവിടെയോ തകരാറുണ്ട്. അപ്പോൾ ആ തകരാറ് നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം ക്ലിയറായിട്ട് പോകും. അതാണ് പത്രോസ് പറയുന്നത്, ജീവനത്തിനും ഭക്തിക്കും വേണ്ടി ഇതെല്ലാം അവിടുന്ന് കരുതിയിട്ടുണ്ട്. ഈ വഴിയാത്രയിലെല്ലാം കരുതി വെച്ചിട്ടാണ് വിളിച്ചിറക്കുന്നത്. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ മാറായിലെ ജലം മധുരമാക്കാനുള്ള കാര്യം സ്വർഗം കണ്ടിട്ടുണ്ട്. എലീമിൽ അവിടെ 12 കിണറും 70 ഈന്തപ്പനയും അവിടെ കരുതി വെച്ചിട്ടുണ്ട്. രഫീദീമിലെ പാറയെ പിന്നത്തേതിൽ പിളർക്കാനുള്ളതാണ്, അതൊക്കെ സജ്ജമാണ്. അവിടെ എല്ലാം കരുതി വെച്ചിട്ടാണ് വിളിച്ചിറക്കുന്നത്. അല്ലാതെ അവരെല്ലാം വിളിച്ചിറക്കി അവിടെ വന്നിട്ട് തത്രപ്പെട്ട് വേഗം അയ്യോ ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കണമല്ലോ എന്നൊന്നും പറഞ്ഞ് കൈകാര്യം ചെയ്യല്ല. ഇതൊക്കെ നമ്മൾ ആത്മകണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ഈ തലമുറയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചിറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വഴിയിൽ കരുതിയിട്ടുണ്ടെന്നേ. അപ്പോൾ ഇപ്പോൾ ചില സ്കേഴ്സിറ്റിയോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ചില ടെസ്റ്റുകളായിരിക്കും. ഇസ്രായേലിന് വെള്ളത്തിൻ്റെ വിഷയത്തിൽ 3 ദിവസം അവിടെ പ്രശ്നം ഉണ്ടായില്ലേ മാറായിൽ? ആ 3 ദിവസത്തെ കാര്യത്തെക്കുറിച്ചൊരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ ഇസ്രായേലുകാർ എന്നാ പറയും? 3 ദിവസം വെള്ളമില്ലാതെ ഞങ്ങൾ അലഞ്ഞു എന്ന് പറയും. അത് കഴിഞ്ഞിട്ടോ അത് മധുരമാക്കി തീർത്തു എന്നല്ലേ പിന്നെ പറയാനുള്ളത്? 3 ദിവസത്തെ കാര്യം മാത്രം പറയല്ലേ, അത് കഴിഞ്ഞിട്ടോ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലേ?
അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന ചില അവസ്ഥകളുണ്ടാകും, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നേ. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ചില നിർണയങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർണയങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതുവരെ അങ്ങനെ പോകേണ്ടി വരും. ആ അവസ്ഥകളിലൂടെ നടന്നു പോകുമ്പോഴാണ് നമ്മെ യുദ്ധാഭ്യാസം വരുത്തുന്നത്. ട്രെയിനിങ് പീരീഡുകളാണെന്നേ അതെല്ലാം, പരിശീലന കളരികളല്ലേ അത്. അങ്ങനത്തെ പരിശീലനങ്ങളെല്ലാം കിട്ടി മുൻപോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് സീഗോനും ഓഗിനോടൊക്കെ യുദ്ധം ചെയ്യാനുള്ളത് അവർക്ക്. അപ്പോൾ പരിശീലനങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശീലനങ്ങൾ അനുവദിക്കും. അടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടത് 6-ാം വാക്യത്തിൽ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലാക്കി. ഓക്കെ, 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മോശ പറയാണ്, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്ക്. പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്ക്, വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാടിലേക്ക് ഇനി കൊണ്ടുവരുന്നത് നിർത്തലാക്കിക്കൊള്ളാൻ. അവിടുത്തെ കോൺട്രിബ്യൂഷൻ നോക്കുക, സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരുന്ന പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട്, രണ്ട് കൂട്ടരുമുണ്ട്. അതുപോലെ തന്നെയാണ് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. രണ്ടു കൂട്ടരും തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ ശരീരത്തെ വലുവനായ ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരം എന്ന നിലയിൽ ആ ഒരു സമർപ്പണത്തിലേക്ക് നല്ല മനസ്സോടുകൂടി ഒരു വഴിപാടെന്ന നിലയിൽ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു, തദനന്തരം സ്നാനത്തിലേക്ക്, ബാപ്റ്റിസത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ ആ കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അല്ലേ? അവിടെയാണ് നമ്മളതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ജീവിതത്തെ ഒരു വഴിപാടെന്ന നിലയിൽ ഏൽപ്പിക്കുകയാണ്. അതിൽ സ്ത്രീക്കും പങ്കുണ്ട് പുരുഷനും പങ്കുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ സ്ത്രീക്കും പങ്കുണ്ട് പുരുഷനും പങ്കുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം എന്നുള്ളതിനെക്കുറിച്ച് 1-2 വാക്ക് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ നമ്മുടെ കുടിയുരവങ്ങ് അവസാനിപ്പിക്കാം. 35-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ, വേഴ്സ് 25 and 26. സാമർത്ഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പുനൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമർത്ഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ടിലാണെന്നു. ഈ പുരാതന കാലത്ത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൾ കൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. അത് തങ്ങളുടെ കോൺട്രിബ്യൂഷൻ. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നൂറ്റു. അന്ന് കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ സഹോദരിമാരുടെ കോൺട്രിബ്യൂഷനാണ് നമ്മളിവിടെ കാണുന്നത്. 38-ാം അധ്യായത്തിലും അതിന് സമാനമായ കാര്യമുണ്ട് കേട്ടോ. 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട്. എക്സോഡസ് 38 വേഴ്സ് 8 അവിടെ കാണുന്നത്, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കി. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ, അതായത് മോശയോട് ചേർന്ന് ശുശ്രൂഷയിൽ സഹവർത്തിക്കുന്ന സഹോദരിമാർ അവരവരുടെ സമർപ്പണം, അതായത് അവരുടെ മുഖം നോക്കുന്ന കണ്ണാടി കൊണ്ടുവന്നു എന്ന്. മുഖദർപ്പണം, താമ്രം കൊണ്ടുള്ള മുഖദർപ്പണം കൊണ്ടുവന്നു. അത് പിന്നീട് ഉടച്ച് താമ്രത്തൊട്ടി പണിത് ആ ഒരു നിലയിൽ പിന്നീട് ശുദ്ധീകരണത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയായിരുന്നു. അത് സഹോദരിമാരുടെ കോൺട്രിബ്യൂഷനാണ്. അതുപോലെ തന്നെ ഈ 25-26 വാക്യത്തിലേക്ക് വരുമ്പോൾ സാമർഥ്യമുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ ഈ സാമർഥ്യത്തെ വിലയിരുത്തും. നമ്മൾ ഭയങ്കര സാമർഥ്യക്കാരിയാന്ന് പറയും. ആ രീതിയിലല്ല കേട്ടോ. നല്ല കരവിരുതുള്ള നൈപുണ്യമുള്ള സഹോദരിമാരെന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. സാമർഥ്യം എന്നുള്ള കറക്റ്റ് വാക്കാണ്. അത് വേറെ നെഗറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചേക്കരുത്. ഇവിടെ നല്ല കരവിരുതുള്ള മിടുക്കികളായ സഹോദരിമാർ, അവരെക്കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നൂറ്റു. അത് ഇതിലെ അധ്വാനമുള്ള കാര്യങ്ങളാണ്. ചടഞ്ഞുകൂടിയിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ സഹോദരിമാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് 2 വാക്ക് പറയണമെന്ന് ഞാൻ നേരത്തെ മുതൽ ചിന്തിച്ചതാണ്, പക്ഷേ അതിനൊരു സാവകാശം കിട്ടിയില്ല. അപ്പോൾ സഹോദരിമാരെയും കർത്താവ് എല്ലാ കാലത്തും കരങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
സഹോദരിമാർ അതിപരിശുദ്ധ സ്ഥലത്ത് യാഗം അർപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലുമില്ല. ആ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി സഹോദരിമാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന തിരശ്ശീലയ്ക്കുള്ള നൂല് നൂറ്റത് ഈ സ്ത്രീകളാണ്, അല്ലാതെ അഹറോനല്ല നൂല് നൂറ്റത്. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീലയ്ക്കുള്ള നൂല് നൂറ്റത് സഹോദരിമാരാണെന്ന്. അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്ന് നിന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കുവാൻ പാകത്തിന് അഹറോനെ പ്രാപ്തമാക്കുമാറ് വിശുദ്ധ വസ്ത്രവുമായിട്ട് വിശുദ്ധ അലങ്കാരത്തോടു കൂടി കടന്നു വരുവാൻ അഹറോനെ പ്രാപ്തനാക്കിയത് ഈ സഹോദരിമാരാന്ന് പറയാൻ മേലെ. അഹറോൻ തന്നെ വീട്ടിലിരുന്ന് നൂല് നൂറ്റ് കുപ്പായം തയ്പ്പിച്ച് വന്നതാണോ നമ്മൾ ഈ കാണുന്നത്? ഒരിക്കലുമല്ല. അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന പലരുണ്ട്. ഇതിലൂടെയല്ല നമ്മൾ കാണുന്ന ഫെലോഷിപ്പ് അല്ലേ സഹോദരങ്ങളെ? ഒരു കൂട്ടായ്മയുടെ വലങ്കരമല്ലേ സഹോദരിമാർ കൊടുത്തത്? അവരുടെ ഉത്സാഹ നിമിത്തമല്ലേ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചത്? ഇന്നും അങ്ങനെ തന്നെയല്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ? പിന്നത്തേതിൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ? 5 വിധ ശുശ്രൂഷയിൽ സ്ത്രീകളെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു കളയില്ലെന്ന്. 5 ഫോൾഡ് മിനിസ്ട്രിയിൽ ഒരു സ്ത്രീയെ എടുത്തിട്ടില്ല. നോക്കണം, സഹോദരിമാരുടെ പങ്കാളിത്തം വലുതാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നു ചെന്ന് രക്തം തളിക്കാനോ ധൂപം അർപ്പിക്കാനോ അവർക്ക് പെർമിറ്റ് ഇല്ലെങ്കിൽ പോലും ഈ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മിതിക്കും കൂടാരത്തിൻ്റെ നിർമ്മിതിക്കും പൗരോഹിത്യ വസ്ത്രം തയ്യാറാക്കുന്നതിലും ഒക്കെ സഹോദരിമാരുടെ പങ്കാളിത്തമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം തുറക്കാം. 1-2 ഭാഗങ്ങളും കൂടെ ഉള്ളൂ, വേഗം അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത്, അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ച് സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അതാണ് തുടക്കത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 2-3 വാക്യം ഒന്ന് വായിച്ചേ. അവനോടുകൂടെ 11 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യയെ യോഹന്നെയും ശൂശനെയും തങ്ങളുടെ വസ്തുവകൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് തന്നോടുകൂടെ സഞ്ചരിച്ച സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. പല സ്ത്രീകളുണ്ടായിരുന്നു. വിശേഷാൽ ചിലരുടെയൊക്കെ പേരെടുത്ത് പറയുകയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തന്നെ അനുഗമിച്ചവരാണ് ഈ സഹോദരിമാർ. ഈ സഹോദരിമാരെ കുറിച്ചൊക്കെ സമയമെടുത്ത് പ്രസംഗിക്കണമെന്ന് എൻ്റെ ഉള്ളിലുണ്ട്. ദൈവം അനുവദിച്ചാൽ പിന്നീട് ചിന്തിക്കാം. അതായത് കർത്താവിൻ്റെ സന്തത സഹചാരികളായിട്ട് അവർ കൂടെ നടക്കുകയാണ്. ഒടുക്കം നാം അവരെ കാണുന്നത് ക്രൂശിങ്കലാണ് കാണുന്നത്. ക്രൂശിങ്കൽ പുരുഷന്മാരെ ഒന്നും കണ്ടില്ല. എല്ലാ പുള്ളികളും സ്ഥലം വിട്ടു. അതേസമയം സ്ത്രീകളെ നമുക്ക് ക്രൂശിൻ്റെ ചുവട്ടിൽ കാണാൻ കഴിഞ്ഞു. അവർ കർത്താവിനെ അനുഗമിച്ച് ആ ക്രൂശിങ്കലോളം അവർ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ സമർപ്പണം വലുതായിരുന്നു. വലിയ സമർപ്പണത്തിലായിരുന്നു അവർ കർത്താവിനോടുകൂടെ സഞ്ചരിച്ചു പോയത്. അന്നത്തെ സമയത്ത് കർത്താവിനോടുകൂടെ സഞ്ചരിച്ച് പോവുക എന്ന് പറയുമ്പോൾ അതൊരു ബഹുമതിയുമാണ്. അപ്പോൾ തന്നെ ഒരു കൂട്ടം ആൾക്കാർ എന്തായാലും കല്ലെറിയും എന്നുള്ളത് ഉറപ്പല്ലേ? ദുരാത്മാവിനാൽ നടക്കുന്ന ബെത്സേബൂലിനെ കൊണ്ട് നടക്കുന്ന ഒരുവൻ്റെ കൂട്ടത്തിലെ തറവാടികളായ യഹൂദ സ്ത്രീകൾ പോവുകയോ എന്നൊക്കെ ആളുകൾ ചോദിച്ചു കാണും. അവരെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ആളുകൾ നെഗറ്റീവായ കമൻസൊക്കെ പറഞ്ഞു കാണും. നമ്മുടെ ദേശത്തൊക്കെ ചിലർ പറയുമല്ലോ, അതുപോലത്തെ നെഗറ്റീവ് കമൻസൊക്കെ ആ കാലത്ത് ആളുകൾ ചിലപ്പോൾ പറഞ്ഞു കാണും. എങ്കിലും ആ സഹോദരിമാർ ഇടംബലം നോക്കാതെ കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇതുപോലെ സഹോദരിമാർ സഹകരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 16-ാം അധ്യായം, വേഗം ആയിക്കോട്ടെ. റോമൻസ് ചാപ്റ്റർ 16 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഒടുക്കം പലരോടുമുള്ള ബന്ധത്തിൽ നന്ദി പറയുകയാണ്. അങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ക്രംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തെയായ ഫേബയെ അദ്ദേഹം സ്മരിക്കുകയാണ്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ അക്കില്ലാവിനെയും പ്രിസ്കില്ലയും കാണുകയാണ്. അവിടെ അക്കില്ലാവുണ്ട്, കൂട്ടത്തിൽ പ്രിസ്കില്ലയുണ്ട്. പ്രിസ്കില്ലയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ എങ്ങനെ ചിന്തിക്കാം? പൗലോസിൻ്റെ ശുശ്രൂഷയിൽ പൗലോസിന് വേണ്ടി കഴുത്തു വെച്ച് കൊടുത്തവരാണ്, അതായത് പ്രാണനെ വെച്ച് കൊടുത്തവരാണെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ 6-7 വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്കും അങ്ങനെ പലരെയും കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു വന്നിട്ട് 12-ാം വാക്യം വായിച്ചേ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫേനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചൊല്ലുകയും കർത്താവിൽ വളരെ
കർത്താവിൽ അധ്വാനിച്ചവളായ പെർസീസിന് വന്ദനം ചൊല്ലുവാൻ പറഞ്ഞാൽ മതി. പക്ഷേ എഴുതിയിരിക്കുന്നത് കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പെർസീസിന് വന്ദനം ചൊല്ലുവിൻ എന്നാണ് പറയുന്നത്. അതുപോലെ രൂഫസിൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരെയും കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യുവോദ്യ സിന്ധിയൊക്കെ അവിടെ കാണാം. അങ്ങനെ അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണമെന്നും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കുറേ സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, അവരെല്ലാം സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയിരിക്കുന്നു. സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയിരിക്കുന്നു. നമ്മളിത് എവിടെയാണ് പറഞ്ഞു തുടങ്ങിയത്? പുറപ്പാട് ദിവസം 35-ാം അധ്യായത്തിൽ. അവിടെ സാമർഥ്യമുള്ള സ്ത്രീകളെ കാണുകയാണ്. അതായത് കരവിരുതുള്ള, മിടുക്കികളായ, ഉത്സാഹികളായ, എന്തിനും പോന്ന സമർപ്പണമുള്ള സ്ത്രീകളെ കാണുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയിൽ അവരുടെ പങ്കാളിത്തം ഗൗരവമാണ്. സാധാരണ പ്രസംഗിച്ചു പോകുന്നവർ ചിലപ്പോൾ അത് കണ്ടു കാണില്ലായിരിക്കാം. പക്ഷെ നമ്മളത് കാണുകയാണ്. നമ്മളത് ആത്മകണ്ണുകൊണ്ട് കാണുകയാണ്. അഹരോൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, അതിനുള്ള നൂറ്റ സ്ത്രീകൾ ഇവിടെ വെളിയിൽ നിൽക്കുക. അഹരോൻ അവിടെ നിന്നിട്ട് മീശ വിരിച്ച് കാണിക്കുകയാണ്. ആരടാ ഏതടാ ഞാൻ വലിയ കേമനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? അപ്പോൾ ഇവർ മനസ്സുകൊണ്ട് എന്ത് ചിന്തിക്കും? ഞങ്ങൾ കാട്ടപ്പെട്ട് കുത്തിയിരുന്ന് ഞങ്ങൾ നൂറ്റ് വിശേഷപ്പെട്ട വസ്ത്രമൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അഹരോൻ ഇപ്പോൾ കാണിക്കുന്ന ആ കാട്ടായം കണ്ടില്ലേ എന്നവർ മനസ്സിൽ ചിന്തിക്കില്ലേ? ഇതെല്ലാം പരസ്പര ബന്ധിതങ്ങളാണ്. ഈ ബന്ധങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുവനെ കൂടാതെ ഒരു കാര്യവും നടക്കില്ല. തന്നെത്താൻ ഞാനിപ്പോൾ മഹാത്ഭുതം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽ നടക്കില്ല. ദൈവസഭയിൽ കടന്നു വരുന്ന എല്ലാവർക്കും തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനായിട്ട് കഴിയും, എല്ലാവർക്കും. അന്ന് ആ സഹോദരിമാരുടെ ഉത്സാഹത്തിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നീട് കർത്താവിൻ്റെ കൂടെ നടന്ന സഹോദരിമാരും ഉത്സാഹിച്ചില്ലേ ആ ശുശ്രൂഷയിൽ? പൗലോസിൻ്റെ കൂടെ നടന്ന സഹോദരിമാർ പോരാടിക്കൊണ്ടിരുന്നു. അവർ പ്രാർത്ഥനയിൽ പോരാടിയിരുന്നിരിക്കാം, അവർ മധ്യസ്ഥ അണച്ചിരിക്കാം, അവർ ശുശ്രൂഷയിൽ കൈത്താങ്ങലുകൾ കൊടുത്തിരുന്നിരിക്കാം. പല നിലകളിൽ അവരെല്ലാം പോരാട്ട വീര്യത്തോടു കൂടി തന്നെയായിരുന്നു. എന്നിട്ട് ഈ തലമുറയിൽ നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ശോഭിക്കേണ്ടതാണ് നമ്മുടെ സഹോദരിമാരെല്ലാം. ആ സഹോദരിമാരെ എല്ലാം വെള്ളിയാഴ്ച വിളിച്ചു കൊണ്ടുവന്നിരുത്തി ദ്രവ്യാഗ്രഹികളും അത്യാഗ്രഹികളും ആക്കി മാറ്റി. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കൂടെ നടന്ന സഹോദരിമാർ, കർത്താവിൻ്റെ കൂടെ നടന്ന സഹോദരിമാർ നടന്ന് അവർ ക്രൂശിങ്കലെ എത്തിയത്. ഇന്നുള്ള സഹോദരിമാരെല്ലാം ക്രൂശ് മാറാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥനയായിട്ടിരിക്കുന്നവരാണ് ഏറിയ പങ്ക് സ്ത്രീകളും. അവരെയൊക്കെ അങ്ങനെ ആക്കിക്കളഞ്ഞത് ഈ തലമുറയിലെ ശുശ്രൂഷകരാണ്. ശുശ്രൂഷകർ എന്നോട് കോപിച്ചിട്ട് കാര്യമില്ല, വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അന്ന് വിഷയത്തിൻ്റെ ഒത്ത നടുവിലൂടെ നടക്കുകയായിരുന്നു സ്ത്രീകൾ, അല്ലേ? അന്ന് വിഷയങ്ങളുടെ ഒത്ത നടുവിലൂടെ നടക്കുകയായിരുന്നു അന്നത്തെ സഹോദരിമാർ. വിഷയങ്ങളെ വെല്ലുവിളിക്കുന്നവരായിരുന്നു അന്നത്തെ സഹോദരിമാർ. നമ്മൾ പൊതുവെ കേൾക്കുന്ന പദപ്രയോഗങ്ങൾ അത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ. അതേസമയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, അത് തെറ്റൊന്നുമല്ല. അതിൻ്റെ കൂട്ടത്തിൽ അവരെ കരുത്തുറ്റവരാക്കി മാറ്റാൻ, അവരുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലം പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള വചനം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ തലയെടുപ്പോടെ പുറത്തു വരില്ലേ? അവർ ക്രൂശിങ്കലേക്ക് വരില്ലേ? റോമൻ വാളിനെ അവർ ഭയപ്പെടുമോ? ഈ സഹോദരിമാർ ഭയപ്പെട്ടില്ല. ഞങ്ങളെയും അറസ്റ്റ് ചെയ്ത് ക്രൂശിക്കുമെന്നൊന്നും അവർ പേടിച്ചില്ല. ഈ പട്ടാളക്കാർ കുന്തം വെച്ച് കുത്തുമെന്നൊന്നും അവർ പേടിച്ചില്ല. അവർ നിർഭയരായിരുന്നു. കാരണം അവരുടെ അരുമനാഥൻ്റെ പാദപീഠത്തെങ്കിലാണ് നിൽക്കുന്നത്. ആ പാദപീഠത്തെങ്കിൽ പോലും അവർ സുരക്ഷിതരായിരുന്നു. എന്തൊരു ബോധ്യങ്ങളാണ് അതൊക്കെ, അല്ലേ? അതൊക്കെ വലിയ ബോധ്യങ്ങളല്ലേ? അതുപോലെ പൗലോസിൻ്റെ കൂടെ നടന്ന ഈ സഹോദരിമാരൊക്കെ, അവരെല്ലാം ശുശ്രൂഷയിൽ ശോഭിച്ചില്ലേ? ദൈവസഭയ്ക്ക് പ്രയോജനപ്പെട്ടില്ലേ അവരൊക്കെ? ഈ തലമുറയിലും നമ്മുടെ സഹോദരിമാരൊക്കെ പ്രയോജനപ്പെടേണ്ടവരല്ലേ? നാട്ടിലെ നഴ്സിംഗൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളോട് എന്താ പറയുന്നത്? വിസ കിട്ടും മോളെ, വിസ കിട്ടും. നീ ന്യൂസിലാൻഡിൽ നേഴ്സായിട്ട് പോകും, നീ ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് പോകും, നീ അത് കഴിഞ്ഞ് ന്യൂയോർക്കിലേക്ക് വരും. അതേസമയം അതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചോട്ടെ, നമുക്കെന്നാ കുഴപ്പം? വിസ കിട്ടുന്നത് ന്യൂസിലാൻഡിൽ പോകുന്നതാണോ അന്താരാഷ്ട്ര കാര്യം? അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും.
നിങ്ങളിപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് അതിന് വഴിയൊരുക്കിയാൽ ഓക്കെ, നമുക്ക് വിരോധമൊന്നുമില്ലെന്നേ. പക്ഷെ ഇവരെ തലയെടുപ്പോടുകൂടി നിങ്ങൾ പറഞ്ഞു വിട്. ഇവർ തലയെടുപ്പോടുകൂടി കടന്നു പോകട്ടെ. അവർ ആയിരിക്കുന്ന ദേശത്ത് അവിടെയുള്ള ദൈവസഭകൾക്ക് അവർ അനുഗ്രഹമായി തീരട്ടെ. അവർ പോരാട്ട വീര്യത്തിൽ നിൽക്കട്ടെ എന്നാണ് ഞാനീ പറഞ്ഞത്. അവർ നെല്ലും പതിരും തിരിച്ചറിയുന്നവരായി മാറട്ടെ. ഭേദങ്ങളെ തിരിച്ചറിഞ്ഞവരായി മാറട്ടെ. സാത്താൻ്റെ തന്ത്രങ്ങളിലൊന്നും കുടുങ്ങാൻ ഇടവരാതെ വണ്ണം ഒരു സൈന്യം എന്ന നിലയിൽ നിൽക്കേണ്ടവരല്ലേ ഈ സഹോദരിമാരൊക്കെ. 1-ാം നൂറ്റാണ്ടിലെ സഭയെ ചലിപ്പിച്ചതിൽ ഇവരുടെ പങ്കാളിത്തം ഭയങ്കരമല്ലേ. വലിയ പങ്കാളിത്തമാണ് സഹോദരിമാർക്കുള്ളത്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ആ പ്രസംഗത്തിൻ്റെ പിറകിലൊക്കെ ഇവർ മുഴങ്കാലിൽ നിൽക്കുകയാണ്. ഇവരുടെ പ്രാർത്ഥനയിൽ ഇവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് വീര്യം പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ. ഈ തലമുറയിലേക്ക് വന്നപ്പോഴോ ഈ ലോകപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി സമയം പോവുകയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവരെ പഠിപ്പിക്കുന്നില്ലെന്നേ. അപ്പോൾ അധികമായിട്ട് കർത്താവ് തന്നാലോ സ്തോത്രം, തന്നില്ലേലോ സ്തോത്രം, എന്തിനും അങ്ങനെ അങ്ങ് പോകണം. വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലെങ്കിലും കൊള്ളാം എന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരണം. പഴയ നിയമ ഭക്തന്മാരുടെ വാക്കാ അത്. വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലെങ്കിലും കൊള്ളാം, ഞങ്ങളുടെ ദൈവം മഹത്വാനായ ദൈവം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിനല്ലോ കുറവുണ്ടോ? അന്നേരം കരുതലിനല്ലോ കുറവുണ്ടോ? നമ്മെക്കുറിച്ചുള്ള പദ്ധതി മാറിപ്പോകുന്നുണ്ടോ? അതെല്ലാം ആസിറ്റീസ് നടക്കും. അപ്പോൾ നമ്മുടെ സഹോദരിമാരാകട്ടെ സഹോദരന്മാരാകട്ടെ സാത്താന് ലോകത്തിന് ഭീഷണിയായിട്ട് മാറണം. സാത്താനെ വിറപ്പിക്കുന്നവരായിട്ട് അവർ മാറണം. അവർ ഈ ലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയുമായിട്ട് കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചെറുവിരൽ അനക്കാൻ കഴിയില്ല. ഒരു ചെറുവിരൽ അനക്കാൻ കഴിയില്ല. അവരെയെല്ലാം വചനത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ആത്മാവിൻ്റെ ഇരട്ടി ബലത്തിൽ പോരാട്ട വീര്യത്തിൽ നിർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ മനസ്സിലാക്കണം, സഹോദരിമാരുടെ പങ്കാളിത്തം പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ വലിയ പങ്കാളിത്തമാണ്. 12 അപ്പോസ്തലന്മാരിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഈ അപ്പോസ്തലന്മാർക്കെല്ലാം കരുത്ത് പകർന്നുകൊണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ അവർ ഊർജ സ്രോതസ്സായിട്ട് തന്നെയാണ് നിന്നത്. പ്രാർത്ഥനയുടെ വരമുള്ള സഹോദരിമാർ, അവർ പ്രാർത്ഥനയിൽ പോരാടിയിരുന്നു പല നിലകളിൽ. ആ ഒരു തലത്തിലേക്ക് ഈ തലമുറയിൽ നമ്മുടെ സഹോദരിമാർ വരണം. അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരില്ലെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ ഒത്തിരി ഉണ്ടെന്ന്. അതിന് ഞാൻ മുൻകാലത്ത് തയ്യാറാക്കിയ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പിനകത്ത് പറയുന്ന ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കുന്നവൻ ആരോട് പ്രാർത്ഥിക്കുന്നു എന്ന് തിരിച്ചറിയണം. പ്രാർത്ഥന കേൾക്കുന്നവൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ നേച്ചർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന്. തൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ചലിക്കുമോ? ഒരിക്കലുമില്ല. പ്രമാണം വിട്ട് ഒരു കാര്യവും ചെയ്യില്ല. അപ്പോൾ പ്രമാണത്തിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഉത്സാഹിക്കണം. ലോകത്തിലെ ചപ്പുചവറുകൾക്ക് വേണ്ടിയിട്ടല്ല ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആത്മീയ കാര്യങ്ങൾക്ക് ഗൗരവം കൊടുത്ത് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു വരേണ്ടതുണ്ട്. ഞാൻ ഈ പൂർവ്വകാലത്തെ കാര്യങ്ങൾ സ്മരണയിൽ വെച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അന്നത്തെ കാലത്ത് മോശ എന്ന് പറയുന്ന ലീഡറുടെ കീഴിൽ അവരെല്ലാം സമൃദ്ധമായി ഉപയോഗിക്കപ്പെട്ടു. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നീട് കർത്താവിൻ്റെ കൂടെ ഞാൻ ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് കഴിഞ്ഞ് പൗലോസ് എന്ന് പറയുന്ന ലീഡർ, ആ ലീഡറുടെ കീഴിൽ ആ ലീഡറെ പോലെ തലയെടുപ്പുള്ളവരായിട്ട് അവരും നടന്നില്ലേ. ഫേബയെക്കുറിച്ചൊക്കെ പറയുന്നത് വളരെ പ്രയോജനപ്പെട്ടവളെന്നല്ലേ. പുൾഷീസിനെ കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്, പുഷ്കില്ലയെക്കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്, മറിയെക്കുറിച്ച് അങ്ങനെയല്ലേ, ഓരോരുത്തരെയും കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അവരെല്ലാം വളരെ പ്രയോജനപ്പെട്ടു. അതായത് വെളിപ്പാടുള്ള ശുശ്രൂഷകരുടെ കൂടെ അവർ നടന്നു. ആ കാരണത്താൽ അവരെല്ലാം വളരെ പ്രയോജനപ്പെട്ടു. വെളിപ്പാടില്ലാത്തവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവർ ഇവിടെയുള്ള ചപ്പയവറുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് മക്കളെയൊക്കെ വിദേശത്തൊക്കെ വിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ ആയുസ് പാഴാക്കും. വിദേശത്ത് പോകുന്നത് തെറ്റാന്നല്ല കേട്ടോ ഈ പറഞ്ഞ എൻ്റെ സാരം. അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. ചില സമയങ്ങളിൽ ആളുകൾ അനാവശ്യമായിട്ട് നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ പറയുന്നത്. അതിൻ്റെ പോസിറ്റീവ് വശം അവരെടുക്കില്ല. എനിവേ നമ്മൾ ഈ സമയം വരെ ചിന്തിച്ച ഈ കാര്യങ്ങളിലെല്ലാം ഗൗരവമായ കാര്യങ്ങളുണ്ട്. വിശേഷാൽ നമ്മുടെ സഹോദരിമാരൊക്കെ അഭിഷേകത്തോടെ കൃപാവരങ്ങളാൽ ഈ 2026
ദൈവരാജ്യ നിമിത്തം ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ പ്രശോഭിക്കേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.